വീക്ക്ലി വിത്ത് ഐനാടൻ. ബ്രോട്ട് ടു യു ബൈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 and 2 Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടി നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഇന്ത്യയിലടക്കം കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിച്ചിരുന്ന വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളെ ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കോടതിയിൽ സമ്മതിച്ചതിന് പിന്നാലെ വാക്സിൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച കമ്പനി നിർമ്മിക്കപ്പെട്ട വാക്സിനുകൾക്ക് മാർക്കറ്റിംഗ് അംഗീകാരം ഒഴിവാക്കിയെന്നും തുടർന്ന് ഇനി ഈ ഗണത്തിലുള്ള വാക്സിൻ നിർമ്മിക്കില്ല എന്നും കമ്പനി അറിയിച്ചു. അസ്ട്രാസെനെക്ക എന്ന ബ്രിട്ടീഷ് കമ്പനിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് വാക്സിൻ നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിൻ ഈ കമ്പനിയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ മാറ്റങ്ങളോടെ പുതിയ വാക്സിനുകൾ മാർക്കറ്റിൽ ലഭ്യമായതുകൊണ്ടും വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടുമാണ് വാക്സിൻ പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വാദം. ആസ്ട്രാസെനെക്ക നിർമ്മിച്ച വാക്സിൻ പെട്ടെന്നുള്ള മരണത്തിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകുമെന്ന് കാണിച്ച് ഇംഗ്ലണ്ടിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്പനിക്കെതിരെ നിരവധി ആളുകൾ പരാതി നൽകിയിരുന്നു. അതിനിടയിലായിരുന്നു വാക്സിൻ ചിലപ്പോൾ രക്തം കട്ടുപിടിക്കാനും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും കാരണമായേക്കുമെന്ന് കമ്പനി തന്നെ കോടതിയിൽ സമ്മതിച്ചത്. കേസിൽ നഷ്ടപരിഹാരമടക്കമുള്ള വിഷയങ്ങൾ കോടതി വാദം തുടരുകയാണ്. ആസ്ട്രാസെനെക്ക ഇപ്പോൾ ഈ വാക്സിൻ പിൻവലിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ മന്ത്രിസഭയിൽ പ്രമേയം പാസാക്കി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭ. തീരുമാനം മന്ത്രിസഭ ഒറ്റക്കെട്ടായി പാസാക്കിയെന്നും അതിനാൽ ഉടൻ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളെ രാജ്യത്തിന് പുറന്തള്ളുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ബിൽ മന്ത്രിസഭ പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അൽ ജസീറയുടെ പ്രവർത്തനം രാജ്യത്ത് അവസാനിപ്പിക്കുന്നതിൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചതോടെ മന്ത്രിസഭാ പ്രഖ്യാപനം നെതന്യാഹു തന്നെ തന്റെ എക്സിലൂടെ കുറിച്ചു. തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രായേൽ അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഏകകണ്ഠമായ തീരുമാനമെടുത്തതായി നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ പുറം ലോകത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചാനൽ കൂടിയായിരുന്നു ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ. ഇത് ഇസ്രായേൽ ഭരണകൂടത്തിന് അതിർത്തിക്ക് കാരണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടന്നത്. രാജ്യസുരക്ഷ ലംഘിച്ചാണ് അൽ ജസീറ പ്രവർത്തിക്കുന്നതെന്നും ഒക്ടോബർ 7 രാജ്യത്ത് നടന്ന ആക്രമണത്തിൽ ഹമാസിനൊപ്പം അൽ ജസീറയും പങ്കാളിയായിരുന്നെന്ന് നെതന്യാഹു കഴിഞ്ഞ മാസം എക്സിൽ കുറിച്ചിരുന്നു. നാട്ടിലെ വിശേഷങ്ങൾ. അംബാനിയും അദാനിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന നരേന്ദ്രമോദിയുടെ ആരോപണത്തിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അദാനിയെയും അംബാനിയെയും കുറിച്ച് അടച്ചിട്ട മുറിയിലിരുന്നാണല്ലോ സാധാരണ സംസാരിക്കാറുള്ളത്. ഇതാദ്യമായിട്ടാണല്ലോ അവരെക്കുറിച്ച് പരസ്യമായി പറയുന്നതെന്ന് രാഹുൽ തിരിച്ചു ചോദിച്ചു. അവർ ടെമ്പോയിൽ പണം എത്തിച്ചെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? വ്യക്തിപരമായി താങ്കൾക്ക് അനുഭവമുണ്ടോ? CBIയോ EDയോ അവരുടെ അടുത്തേക്ക് അയക്കാത്ത എന്താണ്? താങ്കൾ പേടിക്കരുത്. പ്രധാനമന്ത്രി മോദി അവർക്ക് കൊടുത്ത പണം അത്രയും തന്നെ ഇന്ത്യയിലെ പാവങ്ങൾക്കും ഞങ്ങൾ നൽകും. ഇതായിരുന്നു രാഹുലിന്റെ വിമർശനം. തെലങ്കാനയിൽ BJP റാലിയിലാണ് രാഹുലിനെ കടന്നാക്രമിച്ച് മോദി രംഗത്തെത്തിയത്. അംബാനിയും അദാനിയുമായി രാഹുൽ ഒത്തുതീർപ്പുണ്ടാക്കിയെന്നായിരുന്നു മോദി പറഞ്ഞത്. ഒത്തുതീർപ്പുണ്ടാക്കിയതിനാലാണ് രാഹുൽ രണ്ടുപേരെക്കുറിച്ച് മിണ്ടാത്തത്. ടെമ്പോയിൽ നോട്ടുകെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ രാഹുൽ മിണ്ടാത്തതെന്നും മോദി ചോദിച്ചിരുന്നു. ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും. തെക്കൻ ഡൽഹിയിലെ റോഡ് ഷോയിൽ ആരംഭിക്കും. ഏകാധിപത്യത്തിനെതിരെ ഒന്നിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആഹ്വാനം. പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാകും പ്രചരണം. കെജ്രിവാളിന്റെ റാലികൾ വൻ സംഭവമാക്കി മാറ്റാനാണ് ആം ആദ്മി പാർട്ടി ഒരുങ്ങുന്നത്. രാവിലെ ഡൽഹിയിൽ ഹനുമാൻ ക്ഷേത്രത്തിലും കെജ്രിവാൾ സന്ദർശനം നടത്തും. കെജ്രിവാൾ വരവ് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്നത് വലിയ ഊർജ്ജമാണ്. ഡൽഹിയിലെ 7 ഹരിയാനയിലെ മുഴുവൻ സീറ്റുകളും വൻ വിജയമാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അതേസമയം കെജ്രിവാളിന്റെ മടങ്ങിവരവിൽ BJP പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട നിരന്തരം പ്രതിഷേധവും വിമർശനം ഉയർത്തുന്നതിന് ഇടയിലാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. ജൂൺ 1 വരെയാണ് ജാമ്യം നൽകിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വിശദവാദം നടന്ന കേസിൽ ജാമ്യം നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അസാധാരണ കേസിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുന്നതെന്നാണ് സുപ്രീം കോടതി നിലപാട് എടുത്തത്. കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന EDയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഈ കോടതി വിധി. ജീവനക്കാരുടെ മിന്നൽ സമരത്തിൽ നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. 25 ക്യാബിൻ ക്രൂ അംഗങ്ങൾ പിരിച്ചുവിട്ടു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് നിരവധി സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് റദ്ദാക്കേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കമ്പനി കടന്നിരിക്കുന്നത്. കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. 300ഓളം ജീവനക്കാരാണ് പണിമുടക്കിയത്. കൂട്ട സിക്ക് ലീവ് എടുത്തായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത്. ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഇന്ന് ടെസ്റ്റ് നടത്താനാണ് തീരുമാനം. തീയതി ലഭിച്ച അപേക്ഷകരോട് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ടെസ്റ്റ് നടത്തും. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാം. സർക്കാർ സ്ഥലങ്ങളിൽ ടെസ്റ്റിനുള്ള സൗകര്യം ഒരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ടെസ്റ്റിനെത്തുന്നവരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടയുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. ഇരുകൂട്ടരും നിലപാട് കടുപ്പിച്ചതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സംഘർഷത്തിന് സാധ്യത തെളിയുന്നു. 5ാം ദിവസവും സമരം തുടർന്നതിനെ തുടർന്ന് ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്.
സ്പോർട്സ് വിശേഷങ്ങൾ. ഫ്രഞ്ച് ക്ലബ്ബായ PSG വിടുമെന്ന് പ്രഖ്യാപിച്ച സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഈ സീസണൊടുവിൽ ക്ലബ്ബ് വിടുമെന്ന് താരം തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2017 PSG-യിലെത്തിയ എംബാപ്പെ 7 സീസണുകൾക്ക് ശേഷമാണ് പാരീസ് വിടുന്നത്. കരാർ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും PSG-യിൽ തന്റെ അവസാനത്തെ വർഷമായിരിക്കും ഇതെന്നും ഒരു ഓൺലൈൻ വീഡിയോയിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. PSG ടീം മാനേജ്മെന്റും സഹതാരങ്ങൾക്കും സ്റ്റാഫുകൾക്കും എംബാപ്പെ നന്ദി പറഞ്ഞു. തന്റെ ആരാധകരോടും താരം പ്രത്യേകം നന്ദി അറിയിച്ചു. നിങ്ങൾ തന്ന സ്നേഹത്തിന് നിധി പുലർത്താൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല, എംബാപ്പെ വൈകാരികമായി പ്രതികരിച്ചു. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.